TutorVaultന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് സ്റ്റുഡിയോയുടെ അകത്ത് ഒരു റിയൽ ടൈം വ്യൂ എറർ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്. നിരവധി ആളുകൾ നമ്മുടെ വാട്സപ്പിൻ്റെ അകത്തും ഇൻസ്റ്റാഗ്രാമിലും നമുക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്തായിരുന്നു ഈ ഒരു എറർ, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് പറഞ്ഞ്. എല്ലാവരുടെയും വ്യൂസ് കാണുന്നില്ല, അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ അനലറ്റിക്സ് എടുക്കുമ്പോൾ അനലറ്റിക്സിൽ നോ ഡേറ്റ ഫൗണ്ട് കാണിക്കുന്നു. അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലെ എല്ലാ യൂട്യൂബേഴ്സും, അതായത് ഡെയിലി യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്ന എല്ലാ യൂട്യൂബേഴ്സും അനുഭവിക്കുന്നതാണ്. നിങ്ങളുടെ ഓരോ വീഡിയോയുടെയും അനലറ്റിക്സ് എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഡേറ്റ ഒന്നും ഡിസ്പ്ലേ ചെയ്യുന്നില്ല. അതുപോലെ യൂട്യൂബിൻ്റെ വ്യൂസ് എടുത്ത് നോക്കുമ്പോൾ, അതായത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമുക്ക് അനലറ്റിക്സ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വ്യൂസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലും നമ്മൾ നോക്കുമ്പോൾ നോ ഡേറ്റ എന്നുള്ളൊരു എറർ മെസ്സേജും, അല്ലെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ റെക്കോർഡ് ചെയ്ത് കാണിക്കുന്ന ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഗ്രീൻ ഷെയ്ഡോടുകൂടി അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് എറർ മെസ്സേജ് വന്നത്. വി ആർ എക്സ്പീരിയൻസിങ് ഇഷ്യൂസ് വിത്ത് ദ സിസ്റ്റം ഫോർ റിയൽ ടൈം ഡേറ്റ. ദിസ് മേ ബി കോസ് ഇനാക്യുറേറ്റ് വ്യൂ കൗണ്ട് ആൻഡ് റിപ്പോർട്ട് ഓഫ് വീഡിയോ പെർഫോമൻസ്. വി ആർ വർക്കിംഗ് ഓൺ ദ ഇഷ്യൂ. അതായത് യൂട്യൂബിൻ്റെ ടെക്നിക്കൽ സൈഡിൽ നിന്നുമുള്ള എററാണ് ഈ ഒരു മെസ്സേജ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് അവരുടെ ടെക്നിക്കൽ സൈഡിൽ നിന്നുള്ള ഒരു എററാണ്. ആരും ഓടിപ്പോയി യൂട്യൂബ് സ്റ്റുഡിയോ അൺഇൻസ്റ്റാൾ ചെയ്യാനോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് സെറ്റിങ്സുകളോ ഒന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ വ്യൂസിന് ഒരു കുഴപ്പവുമില്ല. എല്ലാവരും ഓടിപ്പോയി അവരുടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കുന്നു, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ സെറ്റിങ്സ് എഡിറ്റ് ചെയ്യാൻ നോക്കുന്നു. ഇതൊന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ല. യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നും വരുന്ന ഒരു ടെക്നിക്കൽ എററാണ്. ഒരു 24 മണിക്കൂറിനോ അല്ലെങ്കിൽ ഒരു 2 ദിവസത്തിനുള്ളിലോ അവർ ആ ടെക്നിക്കൽ എറർ സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട് എങ്കിലും നിങ്ങൾ ചാനലിൻ്റെ അകത്ത് വേറെ ഒരു സെറ്റിങ്സും ചെയ്യേണ്ട. നിങ്ങൾ 2 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. യൂട്യൂബിൻ്റെ സൈഡിൽ എന്തെങ്കിലും എററോ അല്ലെങ്കിൽ അവർ പുതിയതായിട്ട് എന്തെങ്കിലും അപ്ഡേഷൻ ചെയ്യുമ്പോഴോ യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നും വരുന്ന ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ആണ് ഇത്. അത് ഒന്നില്ലെങ്കിൽ 2 ദിവസമോ അല്ലെങ്കിൽ ഒരു 24 മണിക്കൂറിനുള്ളിലോ അത് സോൾവായി പോകുന്നതായിരിക്കും. യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നും ഇടയ്ക്ക് ഒരു 5 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴോ ഇയർലി ഒരു 2-3 വട്ടമെങ്കിലും ഇങ്ങനത്തെ ടെക്നിക്കൽ എറർ വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. കാരണം അവരുടെ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സെർവർ എന്തെങ്കിലും മെയിൻ്റെനൻസ് വരുമ്പോഴോ ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോഴാണ് യൂട്യൂബിൻ്റെ ടെക്നിക്കൽ സൈഡിൽ നിന്ന് അവർ ഈ ഒരു എറർ മെസ്സേജ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരുന്നത്. അപ്പോൾ നിങ്ങൾ പാനിക് ആവാണ്ട് നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ അതുപോലെ തന്നെ വെക്കുക. ഈ ഒരു ടെക്നിക്കൽ എറർ കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾ ടെൻഷനൊന്നും അടിക്കാണ്ട്, നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വേറെ ചേഞ്ചസ് ഒന്നും വരുത്താണ്ട്, നിങ്ങളുടെ ചാനലിൻ്റെ അകത്ത് വേറെ സെറ്റിങ്സുകളൊന്നും ചേഞ്ച് ചെയ്യാണ്ട് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ വീഡിയോയുടെ വ്യൂ കൗണ്ട് ചിലപ്പോൾ കൂടി വരാം, ചിലപ്പോൾ കുറഞ്ഞു വരാം. അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു 2 ദിവസത്തേക്ക് നിങ്ങൾ വ്യൂസും വാച്ചവേഴ്സും അങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും ചെക്ക് ചെയ്യേണ്ട. അനലറ്റിക്സിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും എററായിട്ടായിരിക്കും കാണുക. ഇപ്പോൾ ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു തരാം. അതായത് ഇന്നലെ തൊട്ട് എൻ്റെ വീഡിയോയുടെ അനലറ്റിക്സ്, അതായത് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അനലറ്റിക്സ് എടുത്ത് വ്യൂ കൗണ്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ വ്യൂ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു എററാണ് കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എനിക്ക് ഇന്ന് വന്നിരിക്കുന്ന മാറ്റം എന്താണ്. അതായത് ഇന്നലെ ഫുൾ ടൈം ആ എറർ എനിക്ക് ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസത്തിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്. യൂട്യൂബ് സ്റ്റുഡിയോ ഓൺ ആക്കിയിട്ട് നമുക്ക് അനലറ്റിക്സ് എടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ആ ഒരു ഇഷ്യൂ ഇപ്പോൾ ഉണ്ടോ ഇല്ലോ എന്ന്. ഇപ്പോൾ വ്യൂസ് ഇത് കറക്റ്റായിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. എൻ്റെ എത്ര വ്യൂ ആണെന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ ആ വ്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റിയൽ ടൈം വ്യൂ എറർ ഒന്നുമില്ല. അതായത് ഇന്നലെ കാണിച്ച ആ ഒരു മെസ്സേജ്, അതായത് ആ എറർ മെസ്സേജ് ഇന്ന് അവിടെ കാണിക്കുന്നില്ല. അതിനർത്ഥം ആ ടെക്നിക്കൽ ഇഷ്യൂ അവിടുന്ന് സോൾവ് ആയി. കുറച്ച് പേരെന്താ ചെയ്തത്, യൂട്യൂബ് ചാനലിൻ്റെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ വീഡിയോ നമുക്ക് ഓരോ സെപ്പറേറ്റ് കണ്ടൻറ്റ്, അതായത് നമ്മുടെ ഈ കണ്ടൻറ്റിൻ്റെ ഓരോ വീഡിയോയുടെയും നമുക്ക് വ്യൂസും കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് അറിയട്ടെ. വ്യൂസ് എന്ന് പറയുന്നത് നിങ്ങളൊരു വീഡിയോ ക്ലിക്ക് ചെയ്തു, അതിൻ്റെ താഴത്തേക്ക് വന്ന് ഗോ ടു വീഡിയോ അനലറ്റിക്സ് എന്ന് എടുത്തുമ്പോൾ ആ വീഡിയോയുടെ വ്യൂവും കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നേരെ പോയിരിക്കുന്നത് ഓവർവ്യൂ എന്ന് പറയുന്ന ഒരു ഇതിലേക്കാണ്. അത് അനലറ്റിക്സിൽ വ്യൂസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഈ വ്യൂസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്നലെയൊക്കെ ഇവിടെ വ്യൂസ് ഒന്നും കാണിക്കുന്നില്ലായിരുന്നു. ഇന്നലെ അവിടെ ഒരു എറർ മെസ്സേജ് ആയിരുന്നു, നോ ഡേറ്റ എന്ന് പറഞ്ഞ് കാണിക്കുമായിരുന്നു. ഈ ഗ്രാഫൊന്നും കാണിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കിത് ഇവിടെ കാണുവാൻ സാധിക്കുന്നില്ലേ, കറക്റ്റായിട്ട് ആ വ്യൂ അവിടെ കാണിക്കുന്നുണ്ടെന്ന്. അതായത് ഇന്നലെ യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നും ഉണ്ടായ ഒരു ടെക്നിക്കൽ ഇഷ്യൂ മാത്രമാണത്. അതുകൊണ്ട് നിങ്ങൾ ആരും പാനിക് ആവണ്ട. നിങ്ങൾക്ക് വേറെ ഒരു ഇഷ്യൂ ഇല്ല. നിങ്ങൾ യൂട്യൂബ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സേഫ് തന്നെയാണ്. ഇതുപോലുള്ള ടെക്നിക്കൽ എററോ അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റാണോ അല്ലോ എന്ന് നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കണം. കാരണം ആദ്യം പോയി യൂട്യൂബ് ചാനൽ എഡിറ്റ് ചെയ്യുകയല്ല വേണ്ട, അല്ലെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ചാനലിന് അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സെറ്റിങ്സും ചേഞ്ച് ചെയ്യരുത്. നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങളുടെ റിയൽ ടൈം വ്യൂ
ഇറർ ഇഷ്യൂ, അതായത് യൂട്യൂബിൻ്റെ അകത്ത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള ഒരു റിയൽ ടൈം വ്യൂവിൻ്റെ ഇററാണ് ഞാനിന്ന് നിങ്ങൾക്കൂടെ പറഞ്ഞു തന്നത്. അത് വളരെ ഈസി ആയിട്ട് അവർ തന്നെ സോൾവ് ചെയ്തോളും, നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അവരുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലും റിയൽ ടൈം വ്യൂ ഇറർ ഇപ്പോഴും ഉണ്ടെങ്കിലും അവരോട് പറയുക, അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ യൂട്യൂബിൻ്റെ ടെക്നിക്കൽ ടീം തന്നെ അത് സോൾവ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളുടെ വർക്ക് കണ്ടിന്യൂ ആയിട്ട് പോകട്ടെ. അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കമൻറ്റും കൂടെയും കൊടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അതുപോലെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. ഈ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി മനസ്സിലാകട്ടെ ഈ വീഡിയോയിൽ നമ്മൾ എന്താ പറയുന്നതും, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്നുകൊണ്ടിരുന്ന റിയൽ ടൈം വ്യൂ ഇറർ എന്താണെന്ന് അവർക്കും കൂടി ഒന്ന് മനസ്സിലാകട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ നമ്മൾ ചാനലിനൊപ്പം തന്നെ നിൽക്കുക. ചാനലിലിടുന്ന ഓരോ വീഡിയോയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. അത് സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക.